നമ്മൾ 9ാം ക്ലാസ്സിലെ സെക്കൻഡ് ചാപ്റ്ററിൻ്റെ ബാലൻസ് പാർട്ടാണ് നോക്കുന്നത്. 10ാമത്തെ പാരഗ്രാഫ് മുതലാണ്. Father will straighten up in his rocking chair and a look of wonder will come into his eyes. I am glad that I got you into this depth, he will say. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച് നിർത്തിയത് എവിടെ വരെയായിരുന്നു? നമ്മുടെ ഓദർ നോബൽ പ്രൈസ് വാങ്ങാൻ വേണ്ടി പോവുകയാണ്. അപ്പോഴത്തേക്കും അച്ഛൻ മരിച്ചു പോയത് കൊണ്ട് അച്ഛനെ കാണാൻ പറ്റാത്തത് ഒരു വിഷമമായിട്ട് ഓദറിൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ അച്ഛനെ മനസ്സിൽ കാണുന്നതായിട്ട് സങ്കല്പിച്ചുകൊണ്ട് അച്ഛനോട് സംസാരിക്കുന്നത്, സ്വർഗത്തിൽ വെച്ച് അച്ഛനെ കാണുന്നതായിട്ടും അച്ഛനോട് സംസാരിക്കുന്നതായിട്ടുമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം അച്ഛൻ്റെ അടുത്ത് പറയണം, എന്താ പറയുന്നത്? ഞാനൊരു കടത്തിൽ പെട്ടിരിക്കുകയാണ്. അപ്പോൾ ആ കടം വീട്ടാൻ പൈസയൊന്നും ഇവിടെ നിന്ന് കിട്ടില്ല എന്ന് അച്ഛൻ പറയുമ്പോൾ, ആ കടം എന്ന് പറയുന്നത് അച്ഛൻ എന്നെ ബുക്കുകൾ വായിക്കാൻ പഠിപ്പിച്ചതും അതുപോലെ ബാക്കിയുള്ള ഫെയറി ടെയിൽസ് കഥകളൊക്കെ എന്നെ പഠിപ്പിച്ചതൊക്കെയാണ് ആ കടം എന്ന് മകൾ പറയുന്നത് വരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയത്. ഇനി ബാലൻസ് നോക്കിക്കേ. ഫാദർ വിൽ സ്ട്രെയിറ്റൻ അപ്പ് ഇൻ ഹിസ് റോക്കിംഗ് ചെയർ ആൻഡ് എ ലുക്ക് ഓഫ് വണ്ടർ വിൽ കം ഇൻ ടു ഹിസ് ഐസ്. അപ്പം ഫാദർ ആ റോക്കിംഗ് ചെയറിൽ, ചാരകസേരയിൽ നേരെ ഇരുന്നിട്ട് എന്ത് ചെയ്യാണ്? ഒരു അത്ഭുതകരമായ നോട്ടം മകളെ നോക്കുകയാണ്. ഐ ആം ഗ്ലാഡ് ദാറ്റ് ഐ ഗോട്ട് യു ഇൻ ടു ദിസ് ഡെപ്ത്, ഹി വിൽ സേ. ഞാനിപ്പോൾ സന്തോഷവാനാണ്. ഗ്ലാഡ് എന്ന് പറഞ്ഞാൽ സന്തോഷവാനാണ്. കാരണം ഇങ്ങനെ ഒരു തരത്തിലുള്ള കടമാണ് നിനക്കുള്ളതെങ്കിൽ ഞാൻ എന്താണ്? സന്തോഷവാനാണെന്ന് അച്ഛൻ പറയുകയാണ്. Yes, you may be right, father, but then remember that is not all of it. Think of those poor, homeless vagabonds who used to travel up and down, playing the fool and singing all those songs. What do I not owe to them, to their mischief and mad pranks? And the old men and women sitting in their small grey cottages, telling me wonderful stories of water sprites and trolls and enchanted maidens. It was then who taught me that there is poetry in hard rocks and black forest, and I am in debt not only to people. There is the whole of nature as well, the animals that walk the earth, the birds in the skies, the trees and flowers. They have all told me some of their secret. മകൾ എന്തുവാ പറയുന്നത്? യെസ്, യു മേ ബി റൈറ്റ്, ശരിയാണ് അച്ഛാ. ബട്ട് ദെൻ റിമെമ്പർ ദാറ്റ് ഈസ് നോട്ട് ആൾ ഓഫ് ഇറ്റ്. എന്താണ്? പക്ഷെ ഒരു കാര്യം അച്ഛൻ ഓർക്കണം. എന്താണ്? ദാറ്റ് ഈസ് നോട്ട് ആൾ ഓഫ് ഇറ്റ്. ഇതെല്ലാം എന്തല്ല, എല്ലാ കാര്യവും ഇതിൽ വരുന്നില്ല. തിങ്ക് ഓഫ് ദോസ് പുവർ ഹോംലെസ് വെഗാബോൺസ്. തിങ്ക് ഓഫ് ദോസ് പുവർ എന്ന് പറഞ്ഞാൽ പാവപ്പെട്ട ആൾക്കാരുടെ ചിന്തകൾ. അതുപോലെ ഹോംലെസ് എന്ന് പറഞ്ഞാൽ ഹോംലെസ് വെഗാബോൺസ് എന്ന് പറഞ്ഞാൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നവർ, വീടില്ലാതെ നാടോടികളായിട്ട് നടക്കുന്നവരുണ്ടല്ലോ. അപ്പം അവരുടെ ചിന്തകൾ. ഹു യൂസ്ഡ് ടു ട്രാവൽ അപ്പ് ആൻഡ് ഡൗൺ. അവരെന്താണ്? പല സ്ഥലത്തേക്ക് ട്രാവൽ ചെയ്ത് പോകുന്നവരാണല്ലേ നാടോടികൾ. എവിടെയൊന്നുമില്ലാതെ ട്രാവൽ ചെയ്യുന്നവരാണ് അവർ. പ്ലേയിങ് ദ ഫൂൾ ആൻഡ് സിംഗിങ് ആൾ ദോസ് സോങ്സ്. അവരുടെ എന്താണ്? കളികൾ. അതുപോലെ പാട്ട് പാടുന്നവരുടെ എല്ലാ പാട്ടുകളും. ഇതെല്ലാം എന്താണ്? ഇതിൻ്റെ ഒരു ഭാഗമാണ്. What do I not owe to them, to their mischief and mad pranks, and the old men and women sitting in their small grey cottages, telling me wonderful stories of water spirits and trolls and enchanted maidens. അപ്പം വയസ്സായ ആൾക്കാർ, സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ പറഞ്ഞു തരുന്ന കഥകളും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം എന്തിനാണ്? ഈ ഒരു കടബാധ്യതയിൽ ഉൾപ്പെടുന്നതാണ്. അപ്പം ഇതെല്ലാം ഉള്ളതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു റൈറ്റർ ആവാൻ പറ്റിയത്, അല്ലെങ്കിൽ ഈ ഒരു അവാർഡ് എനിക്ക് കിട്ടിയത് എന്നാണ് ആര് പറയുന്നത്? നമ്മുടെ ഓദർ പറയുന്നത്. ഇറ്റ് വാസ് ദേ ഹൂ ടോട്ട് മീ ദാറ്റ് ദർ ഈസ് പോയട്രി ഇൻ ഹാർഡ് റോക്സ് ആൻഡ് ബ്ലാക്ക് ഫോറസ്റ്റ്. ഇനി പോയംസ് ഒക്കെ എവിടെ നിന്നാണ് ഞാൻ പഠിച്ചെടുത്തത്? ഇൻ ഹാർഡ് റോക്സ്, പാറകളിൽ നിന്നും അതുപോലെ കൊടുങ്കാടുകളിൽ നിന്നുമൊക്കെയാണ് എഴുതാനുള്ള
എനിക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു ലെസൺസ് ഞാൻ പഠിച്ചെടുത്തത്. ആൻഡ് ഐ ആം ഇൻ ഡെബ്റ്റ് നോട്ട് ഓൺലി ടു പീപ്പിൾ, അതുകൊണ്ട് തന്നെ മനുഷ്യർക്ക് മാത്രമല്ല എന്ത് കടബാധ്യത എനിക്കുള്ളത്, പിന്നെ ആരൊക്കെയാണ്? ദർ ഈസ് ദ ഹോൾ ഓഫ് നാച്ചർ ആസ് വെൽ, ഈ ഭൂമി മുഴുവൻ എനിക്ക് എന്താണ് കടബാധ്യതയുണ്ട്. ദ അനിമൽസ് ദാറ്റ് വാക്ക് ഓൺ ദ എർത്ത്, ആരൊക്കെയാണ്? ദ അനിമൽസ് ദാറ്റ് വാക്ക് ദ എർത്ത്, ഭൂമിയിലുള്ള എല്ലാ മൃഗങ്ങളും, അതുപോലെ ദ ബേർഡ്സ് ഇൻ ദ സ്കൈസ്, ആകാശത്ത് പറക്കുന്ന എല്ലാ പക്ഷികളും, അതുപോലെ ദ ട്രീസ് ആൻഡ് ഫ്ലവേഴ്സ്, വൃക്ഷങ്ങൾ, പൂക്കൾ, ദേ ഹാവ് ഓൾ ടോൾഡ് മീ സം ഓഫ് ദെയർ സീക്രട്ട്, അവരെല്ലാവരും അവരുടെ എല്ലാ രഹസ്യങ്ങളും, അവരുടെ ഓരോ രഹസ്യങ്ങളും എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ നാച്ചറും അതുപോലെ ഈ പക്ഷിമൃഗങ്ങളും ചെടികളും എല്ലാം, പിന്നെ അതുപോലെ മനുഷ്യരും, പലതരത്തിലുള്ള മനുഷ്യരും, ഇവരെല്ലാം ഉള്ളത് കൊണ്ടാണ് എനിക്ക് ഓരോ കാര്യങ്ങൾ എഴുതാൻ പറ്റിയതും. അതുകൊണ്ട് തന്നെ ഇവരോട് എല്ലാവരോടും എനിക്ക് എന്തുണ്ട്? കടബാധ്യത ഉണ്ടെന്നാണ് നമ്മുടെ ഓതർ പറയുന്നത്. ഇനി നെക്സ്റ്റ് 11ാമത്തെ പാരഗ്രാഫ്. Father will be as carefree and relaxed as he used to be. Never fear, child. There is a remedy for your trouble. അപ്പോൾ അച്ഛൻ എന്താ പറയുന്നത്? ഫാദർ വിൽ ബി എസ് കെയർ ഫ്രീ ആൻഡ് റിലാക്സ്ഡ് ആസ് ഹി യൂസ്ഡ് ടു ബി. ഒരു സമാധാനപരമായിട്ട് അല്ലെങ്കിൽ ഫാദർ റിലാക്സ് ആയിട്ട് പറയണം എന്താണ്? നെവർ ഫിയർ ചൈൽഡ്, നീ പേടിക്കേണ്ട മോളെ. ദർ ഈസ് എ റെമഡി ഫോർ യുവർ ട്രബിൾ, നിന്റെ പ്രശ്നത്തിന് എന്തുണ്ട്? ഒരു പരിഹാരം ഉണ്ട്. ഐ ഡോണ്ട് തിങ്ക് ഫാദർ ദാറ്റ് യു റിയലി അണ്ടർസ്റ്റാൻഡ് ഹൗ ഹാർഡ് ഇറ്റ് ഈസ് ഫോർ മീ. ഐ ആം ആൾസോ ഇൻ ഡെബ്റ്റ് ടു മൈ റീഡേഴ്സ്. വാട്ട് വുഡ് ഹാവ് ബിക്കം ഓഫ് മീ ഇഫ് നോ വൺ ഹാഡ് വാണ്ടഡ് ടു റീഡ് മൈ ബുക്സ്? And don't forget all those who have written of me. Think of all those in foreign lands who have worked for me. I owe them gratitude, Father, both for their praise and for their censure. I don't think, Father, that you really understand how hard it is for me. അച്ഛൻ ഇപ്പോഴും എന്താണ് എൻ്റെ പ്രശ്നം, യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് മനസ്സിലായില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഐ ആം ആൾസോ ഇൻ ഡെബ്റ്റ് ടു മൈ റീഡേഴ്സ്, ഞാൻ എന്താണ് യഥാർത്ഥത്തിൽ ആരോടാണ് കടബാധ്യത ഉള്ളവർ? എൻ്റെ വായനക്കാരോട് കടബാധ്യത ഉള്ള ആളാണ്. വാട്ട് വുഡ് ഹാവ് ബിക്കം ഓഫ് മീ ഇഫ് വൺ ഹാഡ് വാണ്ടഡ് ടു റീഡ് മൈ ബുക്സ്. അവരെല്ലാവരും എൻ്റെ ബുക്ക് വായിച്ചത് കൊണ്ട് അവരോടെല്ലാവരോടും എനിക്ക് കടബാധ്യതയുണ്ട്. എന്താണ്? വാട്ട് വുഡ് ഹാവ് ബിക്കം ഓഫ് മീ ഇഫ് നോ വൺ ഹാഡ് വാണ്ടഡ് ടു റീഡ് മൈ ബുക്സ്. ഞാൻ ബുക്ക് എഴുതിയപ്പോൾ ഒരാൾ പോലും എങ്കിൽ എന്താണ്? ഈ അവാർഡ് കിട്ടുമോ? ഇല്ല. അപ്പം വായിച്ചിരുന്നില്ല എങ്കിലോ? ആൻഡ് ഡോണ്ട് ഫോർഗെറ്റ് ആൾ ദോസ് ഹു ഹാവ് റിട്ടൺ ഓഫ് മീ. അതുകൊണ്ട് തന്നെ അവരാരെയും എന്ത് ചെയ്യാൻ പറ്റില്ല? മറക്കാൻ പറ്റില്ല. തിങ്ക് ഓഫ് ആൾ ദോസ് ഇൻ ഫോറിൻ ലാൻഡ്സ് ഹു ഹാവ് വർക്ക്ഡ് ഫോർ മീ. അതുപോലെ മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നും എനിക്ക് വേണ്ടി പ്രവർത്തിച്ചവരെ എല്ലാം ഞാൻ എന്ത് ചെയ്യണം? ഓർക്കണം. ആൻഡ് owe them gratitude, Father, both for their praise and for their censure. എന്താണ്? ഞാൻ രണ്ട് തരത്തിലുള്ള ആൾക്കാരെയും ഓർക്കണം. എങ്ങനെയുള്ളവരെയൊക്കെയാണ്? പ്രൈസ്, എന്നെ പ്രശംസിച്ചവരെയും, അതുപോലെ തന്നെ സെൻഷർ എന്ന് പറഞ്ഞാൽ എന്നെ വിമർശിച്ചവരെയും. അപ്പം വായനക്കാരാകുമ്പോഴത്തേക്ക് അവരെന്ത് ചെയ്യും? പ്രശംസിക്കുകയും ചെയ്യും, വിമർശിക്കുകയും ചെയ്യും. അപ്പം ഇത് രണ്ട് ചെയ്തവരെ ഞാൻ എന്ത് ചെയ്യണം? ഓർക്കണം എന്നാണ്, അല്ലെങ്കിൽ ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്, അതിൽ ഞാൻ സന്തോഷവതിയാണ് എന്ന് അച്ഛനോട് നമ്മുടെ ഓതർ പറയുകയാണ്. യെസ് ഫാദർ വിൽ സേ ആൻഡ് ഐ ഷാൾ സീ ഹിം ലുക്ക് എ ലിറ്റിൽ ലെസ് കാം. അപ്പോൾ അച്ഛൻ അതെ എന്ന് പറയാണ്. ഫാദർ വിൽ സേ ഐ ഷാൾ സീ ഹിം ലുക്ക് എ ലിറ്റിൽ ലെസ് കാം. അതുപോലെ അച്ഛൻ വളരെ ശാന്തയായിട്ട് അങ്ങനെ പറഞ്ഞു. ഇനി 12ാമത്തെ പാരഗ്രാഫ്. Remember all who have helped me, Father. I shall say, think of my faithful friend Eselde, who tried to open doors for me when no one dared to believe in me. All the love that has come to me, the honors, the distinctions. Do you not understand now that I had to come to you to ask how such debts can be paid? റിമെമ്പർ ആൾ ഹു ഹാവ് ഹെൽപ്ഡ് മീ, ഫാദർ. എന്നെ സഹായിച്ചവരെ എല്ലാവരെയും എന്ത് ചെയ്യണം?
ഓർക്കണം അച്ഛാ. ഐ ഷാൾ സേ, ഞാൻ പറഞ്ഞു. തിങ്ക് ഓഫ് മൈ ഫെയ്ത്ത്ഫുൾ ഫ്രണ്ട്, എന്താണ് എൻ്റെ പ്രധാനപ്പെട്ട എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തിന്, എസൽഡെ എന്ന് പറയുന്ന എൻ്റെ ഏറ്റവും അടുത്ത ഫ്രണ്ടിനെ ഞാൻ ഓർക്കണം. ഹൂ ട്രൈഡ് ടു ഓപ്പൺ ഡോർസ് ഫോർ മീ വെൻ നോ വൺ ഡെയർഡ് ടു ബിലീവ് ഇൻ മീ. അവളാണ് എന്ത് ആദ്യമായിട്ട് എനിക്ക് വാതിൽ തുറന്നു തന്നത്. എന്താണ്, ബാക്കി ആരും എന്നെ വിശ്വസിക്കാതെ ഇരുന്ന സമയത്ത് ആദ്യമായി എനിക്ക് വാതിൽ തുറന്നു തന്നത് ആരാണ്? എൻ്റെ ഫ്രണ്ടായ എസൽഡെ ആണ്. ആൾ ദ ലവ് ദാറ്റ് ഹാസ് കം ടു മീ, ദ ഹോണേഴ്സ്, ദ ഡിസ്റ്റിങ്ഷൻ. അവളുടെ സ്നേഹമാണ് പിന്നെ ഓണറായും ഡിസ്റ്റിങ്ഷനായും ഒക്കെ എന്നിലേക്ക് എത്തിയത്. ഡു യു നോട്ട് അണ്ടർസ്റ്റാൻഡ് നൗ ദാറ്റ് ഐ ഹാഡ് ടു കം ടു യു ടു ആസ്ക് ഹൗ സച്ച് ഡബ്സ് ക്യാൻ ബി പെയ്ഡ്. അപ്പോൾ ഇപ്പോൾ അച്ഛന് മനസ്സിലായോ ഞാൻ എന്ത് തരത്തിലുള്ള കടമാണ് ഉള്ളത് എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ എനിക്ക് കടം വീട്ടാൻ വേണ്ടി എന്ത് തരത്തിലുള്ള കടമാണ് ഉള്ളതെന്ന് ഞാൻ പറഞ്ഞു തന്ന അച്ഛന് മനസ്സിലായോ എന്ന് ചോദിക്കുകയാണ്. ഇനി നെക്സ്റ്റ് പേജ്. Father has lowered his head and does not look so hopeful anymore. I agree, daughter, it is not going to be easy to find help for you, but surely there is nothing more you owe anyone. Yes, father, I have found it difficult enough to bear all that I owed before, but my biggest debt has not yet come. That is why I had to come to you for advice. Father has lowered his head and does not look so hopeful anymore. അപ്പം പ്രതീക്ഷ ഉള്ളതുപോലെ തല കുനിച്ച് എന്ത് അച്ഛൻ ഇരിക്കുകയാണ്. എന്നിട്ട് പറയണം, ഐ എഗ്രി ഡോട്ടർ, ഞാൻ എന്ത് ചെയ്യുന്നു, യോജിക്കുന്നു മോളെ നിന്നോട്. ഇറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു ബി ഈസി ടു ഫൈൻഡ് ഹെൽപ്പ് ഫോർ യു, ബട്ട് ഷുവർലി, എന്താണ്, നത്തിങ് മോർ യു ഓ എനി വൺ. ഇറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു ബി ഈസി ടു ഫൈൻഡ് ഹെൽപ്പ് ഫോർ യു, ബട്ട് ഷുവർലി. ഇപ്പോഴും എന്താണ് നിനക്ക് വേണ്ടിയുള്ള സഹായം എന്ന് ആർക്ക് മനസ്സിലായിട്ടില്ല? അച്ഛന് മനസ്സിലായിട്ടില്ല. തിങ്ക് മോർ യു ഓ എനി വൺ എന്ന് പറയാണ്. യെസ് ഫാദർ, ഐ ഹാവ് ഫൗണ്ട് ഇറ്റ് ഡിഫിക്കൽട്ട് എനഫ് ടു ബിയർ all that I owed before, but my biggest debt has not yet come. That is why I had to come to you for advice. അപ്പോൾ അച്ഛനോട് പറയണം, എന്താണ്, ഇനി എനിക്കൊരു പ്രശ്നമുണ്ട്. എന്താണ്, യഥാർത്ഥ കടം അല്ലെങ്കിൽ ഏറ്റവും വലിയ കടം എനിക്ക് ഇനിയാണ് വരാൻ പോകുന്നത്. ദാറ്റ് ഈസ് വൈ ഐ ഹാഡ് ടു കം ടു യു ഫോർ അഡ്വൈസ്. അതിന് വേണ്ടി, ആ ഒരു യഥാർത്ഥ കടത്തിന് വേണ്ടി, അല്ലെങ്കിൽ ആ ഒരു വലിയ കടം എങ്ങനെ വീട്ടണം എന്നതിന് വേണ്ടിയുള്ള ഉപദേശത്തിന് വേണ്ടിയാണ് ഞാൻ അച്ഛൻ്റെ അടുക്കൽ വന്നത്. ഐ കനോട്ട് അണ്ടർസ്റ്റാൻഡ് ഹൗ യു കുഡ് ഓ സ്റ്റിൽ മോർ, ഫാദർ വിൽ സേ. നീ ഇപ്പോഴും എന്താണ് പറയുന്നത് എന്ന് ആർക്ക് മനസ്സിലായില്ല? അച്ഛന് മനസ്സിലായില്ലെന്ന് അച്ഛൻ പറയാണ്. ഫാദർ വിൽ സേ, ഓ യെസ്, ഐ വിൽ റിപ്ലൈ ആൻഡ് ദെൻ ഐ വിൽ ടെൽ ഹിം ഓൾ അബൌട്ട് ദിസ്. അപ്പം ഞാൻ പറഞ്ഞു തരാം, എന്താണെന്ന് എല്ലാം പറഞ്ഞു തരാമെന്ന് മകള് പറയുകയാണ്. I just cannot believe the academy, father will say, but looking at me and seeing my face, he will know it is all true, and then every wrinkle in his face will tremble and tears will come into his eyes. I just cannot believe the academy. എനിക്ക് എന്താണ്, വിശ്വാസമില്ല. എവിടെ? അക്കാഡമിയിൽ. ഫാദർ വിൽ സേ, ബട്ട് ഫാദർ ഇത്രയും പറഞ്ഞിട്ട് എന്താണ്, ലുക്കിംഗ് അറ്റ് മീ ആൻഡ് സീയിങ് മൈ ഫേസ്, എൻ്റെ മുഖഭാവങ്ങൾ മാറുന്നുണ്ടോ എന്ന് എൻ്റെ മുഖത്തേക്ക് നോക്കി. ഹി വിൽ നോ ഇറ്റ് ഈസ് ആൾ ട്രൂ. എന്താണ് ആ സത്യം, എന്താണ്, എനിക്ക് അവാർഡ് കിട്ടുന്നു എന്നുള്ള കാര്യം ആര് മനസ്സിലാക്കി? ഈ സമയമായപ്പോൾ അച്ഛൻ അത് മനസ്സിലായി. ആൻഡ് ദെൻ എവ്രി വ്രിങ്കിൾ, അച്ഛൻ്റെ മുഖത്തെ എല്ലാ വ്രിങ്കിൾ എന്ന് പറഞ്ഞാൽ ചുളിവുകളൊക്കെ എന്ത് ചെയ്തു? വിൽ ട്രെമ്പിൾ ആൻഡ് ടിയേഴ്സ് വിൽ കം. ചുളിവുകളൊക്കെ എന്താണ്, സന്തോഷം കൊണ്ട് നിറയുകയും ടിയേഴ്സ് വിൽ കം ഇൻ ടു ഹിസ് ഐസ്, കണ്ണിൽ നിന്ന് കണ്ണുനീര് വരികയും ചെയ്യാണ്. Think, father, it is not only honor and money they are bestowing on me. They have shown that they have trust enough in me to single me out before the
whole world, how shall I repay this debt? അച്ഛാ ചിന്തിക്കൂ, എന്താണ് എനിക്ക് ഈ കിട്ടുന്ന ഓണർ മണി എന്ന് പറയുന്നത് എന്താണ്, എനിക്ക് വേണ്ടി മാത്രമുള്ളതല്ല, പിന്നെന്താണ്? They have shown that they have trust enough in me to single me out before the whole world. ഈ മുഴുവൻ ലോകത്തിന് വേണ്ടിയും ഞാൻ ചെയ്തതിന് ഈ മുഴുവൻ ലോകവും എനിക്ക് തരുന്ന ഒരു കടബാധ്യതയാണ്. ഹൗ ഷാൾ ഐ റീപേ ദിസ് ഡെറ്റ്? ഈ കട ഞാൻ എങ്ങനെയാണ് വീട്ടുക എന്ന് അച്ഛനോട് ചോദിക്കുകയാണ്. Father will sit and still on words will come as he thinks. Then drying tears of joy from his eyes, he will bang down his fist on the arm of the rocking chair and say, I will not rack my brains about problems that no one in heaven or on earth can solve. I am too happy that you have been given the Nobel Prize to worry about anything. Father will sit and still no words will come as he thinks. ഫാദർ അവിടെ ഇരുന്നുകൊണ്ട് ചിന്തിക്കുകയാണ്, അദ്ദേഹത്തിന് പറയാനായിട്ട് എന്തൊരു വാക്കുകളും കിട്ടുന്നില്ല. ദെൻ ഡ്രൈയിങ് ടീയേഴ്സ് ഓഫ് ജോയ് ഫ്രം ഹിസ് ഐസ്, സന്തോഷത്തിൻ്റെ കണ്ണുനീര് അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഹി വിൽ ബാങ് ഡൗൺ ഹിസ് ഫിസ്റ്റ് ഓൺ ദ ആം ഓഫ് ദ റോക്കിംഗ് ചെയർ ആൻഡ് സേ, ആ കസേരയിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹം പറയുകയാണ്, എന്താണ്? ഐ വിൽ നോട്ട് റാക്ക് മൈ ബ്രെയിൻസ് അബൌട്ട് പ്രോബ്ലംസ് ദാറ്റ് നോ വൺ ഇൻ ഹെവൻ ഓർ എർത്ത് ക്യാൻ സോൾവ്. സ്വർഗത്തിൽ ഇരുന്നു കൊണ്ട് ലോകത്തെ പ്രശ്നം അല്ലെങ്കിൽ ഭൂമിയിലെ പ്രശ്നം ആർക്കും എന്ത് ചെയ്യാൻ പറ്റില്ല, സോൾവ് ചെയ്യാൻ പറ്റില്ല. ഐ ആം ടു ഹാപ്പി ദാറ്റ് യു ഹാവ് ബീൻ ഗിവൺ ദ നോബൽ പ്രൈസ് ടു വറി അബൌട്ട് നത്തിങ്. ഞാൻ പക്ഷേ വളരെ സന്തോഷവാനാണ്, നിനക്ക് നോബൽ പ്രൈസ് കിട്ടുന്നു എന്നുള്ള കാര്യത്തിൽ ഞാൻ വളരെ സന്തോഷവാനാണ്, നീ അതുകൊണ്ട് വിഷമിക്കേണ്ട എന്ന് പറയുകയാണ്. ഇനി നമ്മൾ ഓദർ പ്രസംഗം നിർത്തുകയാണ്. Your Majesties, Your Royal Highness, ladies and gentlemen, having received no better answer than this to all my question, it only remains to me to ask you to join me in the toast which I have the honor to propose to the Swedish Academy. Your Majesties, Your Royal, അവിടെയുള്ള എല്ലാവരും അഭിസംബോധന ചെയ്തുകൊണ്ട് ഹാവിങ് റിസീവ് നോ ബെറ്റർ ആൻസർ ദാറ്റ് ദിസ് ടു ആൾ മൈ ക്വസ്റ്റ്യൻ, എൻ്റെ ക്വസ്റ്റ്യൻസിനെല്ലാം ഞാൻ നിർത്തിക്കൊണ്ട് എന്ത് ചെയ്യാണ്, ഈ അവാർഡ് ഞാൻ സ്വീകരിക്കുകയാണ്. ഇൻ ഓൺലി റിമെയിൻസ് ടു മീ ആസ്ക് യു ജോയിൻ മീ ഇൻ ദ ടോസ് വിച്ച് ഐ ഹാവ് ഹോണർ ടു പ്രപ്പോസ് ദ സ്വീഡിഷ് അക്കാഡമി. സ്വീഡിഷ് അക്കാഡമിയിൽ നിന്ന് ഇങ്ങനൊരു ഓണർ എനിക്ക് തന്നതിൽ എന്താണ്, ഞാൻ വളരെ സന്തോഷവതിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരവരുടെ പ്രസംഗം അവസാനിപ്പിക്കണം. അപ്പം ഈ പാഠം എന്ന് പറയുന്നത് എന്താണ്, നോബൽ പ്രൈസ് വാങ്ങാൻ പോകുമ്പോഴുള്ള അവരുടെ സ്പീച്ചാണ്. അപ്പോൾ ഈ പാഠം എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.